അമ്പലനടയിലേക്ക് ഞാൻ ഹിമയും ഇവിടെ അമ്പലനടയിലാണുള്ളത്. ഭക്തജനങ്ങൾ വളരെ വേഗം വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിയ അടുപ്പുകളുടെ അടുത്തേക്ക് പോകുന്ന ഒരു തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആകെയുള്ളത് ഇവിടുത്തെ അനൗൺസ്മെന്റ് ആണ്, അത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും ആ ഒരു ബഹളത്തിൽ ഞങ്ങൾ പറയുന്ന പോലും പരസ്പരം കേൾക്കുന്നില്ല. വലിയ ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഓരോ വർഷം തോറും ഇത് ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടി വരികയല്ലാതെ അതിലൊരിക്കലും ഒരു കുറവുണ്ടാകുന്നില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സ്ത്രീകൾ സംഗമിക്കുന്ന ഒരു വേള എന്ന് പറയുന്നത് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമയമാണ്. എല്ലാ കണ്ണുകളും കാതുകളും എല്ലാ വഴികൾ പോലും ആറ്റുകാലിലേക്കായി മാറുന്ന ഒരു ദിവസമാണ് ഈ ആറ്റുകാൽ പൊങ്കാല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഏറെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ്. അത്രയും പ്രത്യേകത, ഇത്രയധികം സ്ത്രീകൾ വരുന്ന, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ ഈ തിരക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് നാരങ്ങാവിളക്കാണ്. ആ നാരങ്ങാവിളക്കിന് സമീപത്ത് നമ്മുടെ ശ്രീജ നിൽപ്പുണ്ട്. ശ്രീജ, അതുവഴിയാണ് ഓരോരുത്തരും കടന്നു വരുന്നത്. അത് കഴിഞ്ഞാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഭാഗത്തെ ക്യൂവിലൂടെ എല്ലാവരും അമ്മയെ കണ്ട് മടങ്ങുന്നത്. അവിടെ എന്താണ് ഭക്തജനങ്ങളൊക്കെ പറയുന്നത്? നാരങ്ങാവിളക്ക് അർപ്പിക്കാനുള്ള തിരക്ക് എത്രത്തോളം? സുരക്ഷിതമായ ഒരു പൊങ്കാല മഹോത്സവത്തിന് എല്ലാ ഭക്തരുടെയും ശ്രീജ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ശ്രീജയ്ക്ക് കേൾക്കാമെന്ന് കരുതുന്നു. നാരങ്ങാവിളക്കിന് സമീപത്താണ് ശ്രീജ നിൽക്കുന്നത്. ഈ അനൗൺസ്മെന്റിൽ ഒരുപക്ഷെ പറയുന്നത് കേൾക്കണമെന്നില്ല, അതുകൊണ്ടാണ്. ഭക്തജനങ്ങളൊക്കെ എന്ത് പറയുന്നു? അതുവഴിയാണല്ലോ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നവരൊക്കെ. ശ്രീജ, സാധിക്കുന്നില്ല എന്ന് തോന്നുന്നല്ലേ? ശരിക്കും ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ശ്രീജയെ കാണാം, പക്ഷേ ഈ ഒരു തിരക്ക് കാരണം അങ്ങോട്ടേക്ക് കണ്ണെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്രയധികം ഭക്തജനങ്ങൾ ദേവിക്കായി കൈകൂപ്പി നിറഞ്ഞ കണ്ണുകളോടെ ഇവിടെ തൊഴുകൈകളോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ന് ഈ തിരക്കിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേര് മൊബൈൽ ഫോണുമായി വരുന്ന ഇടം, മാധ്യമങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലം. അതുകൊണ്ട് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ നമുക്ക് ഇനിയുമുണ്ട് നമ്മുടെ പ്രതിനിധികൾ പല സ്ഥലങ്ങളിലായി. അഭിരാമി തമ്പാനൂരിൽ നിന്നും ചേരുന്നുണ്ട്. ഈ എല്ലാവരും വന്നിറങ്ങുന്ന, തിരിച്ചു പോകുന്ന ഒരിടമാണല്ലോ തമ്പാനൂർ. തമ്പാനൂരിലേക്ക് കൂടി നമുക്ക് പോകാം. അബി, അവിടെ നിന്ന് പങ്കുവെക്കാനുള്ള വിശേഷങ്ങൾ എന്താണ്? പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നല്ല തിരക്കായിരിക്കും, ചൂടങ്ങനെ കൂടി വരുന്നുണ്ടായിരിക്കും. ഭക്തജനങ്ങൾ എല്ലാവരും പ്രസാദം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കുന്ന അവസാനവട്ട ഒരുക്കത്തിലായിരിക്കും. പറയൂ അവിടുത്തെ വിശേഷങ്ങൾ. ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജ. ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മണ്ടപ്പുറ്റും തെരളിയും പായസവും അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിനുള്ള തിരക്കിലാണ് അമ്മമാർ. ഇവിടെ ഒരമ്മ മണ്ടപ്പുറ്റ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് അമ്മ വരുന്നത്? ഞങ്ങൾ കൊല്ലത്തുനിന്ന്. മണ്ടപ്പുറ്റ് ഒരുക്കുന്നതിൽ എന്തെങ്കിലും നേർച്ചയുണ്ടോ? അങ്ങനൊന്നുമില്ല, നമ്മളിവിടെ വന്ന് ഇടുന്ന അത്രേ ഉള്ളൂ. എല്ലാ വട്ടവും ഇതുപോലെ ഒരുക്കാറുണ്ടോ? മണ്ടപ്പുറ്റും തെരളിയും പായസവും വെക്കുന്നു. എങ്ങനെ, ഒറ്റയ്ക്കാണോ വന്നത് അതോ? ഒരാളും ഉണ്ടാകാൻ അപ്പുറത്തിരിക്കും. അപ്പൊ എല്ലാരും ടീമായിട്ടാണ് വന്നിരിക്കുന്നത്? എല്ലാ വർഷവും ഇതുപോലെ ടീമായിട്ടാണ് വരാറ്? എല്ലാ വർഷവും വരും. എത്ര വർഷമായി ഇപ്പൊ പൊങ്കാലയിട്ട് തുടങ്ങിയിട്ട്? ഓർമ്മയിലുണ്ടോ? കുറെ വർഷങ്ങൾ കൊണ്ട് ഇടുക. അത് ശരി. അപ്പോ ഈ പഴയ പൊങ്കാലയ്ക്ക് വരുമ്പോ ഇവിടെ തന്നെയാണോ ഇരിക്കാറ്? പഴയ പൊങ്കാല കണ്ടിട്ട് ആള് ജനം കൂടി വരുക. ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ അല്ലായിരുന്നു, അപ്പുറം സൈഡായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരുപാട് നടന്ന് അലഞ്ഞാ വന്ന. അതുപോലെ ട്രെയിൻ 1 മണിക്കൂർ താമസിച്ചാ വന്നത്. ഇവിടെ ഇരിക്കുന്നത് എന്താ, തിരിച്ചു പോകാനുള്ള സൗകര്യത്തിനാണോ? ഇവിടെ സ്ഥലം കിട്ടിയില്ല, അങ്ങനെ വന്നിരുന്നേത്. സ്ഥലം ഇല്ല, കിട്ടിയ സ്ഥലത്തിരുന്ന്. ഇച്ചിരി കഴിയുമ്പോഴാ വെയില്, ഭയങ്കര വെയിലാ ഇവിടെ. അതേ പൂജ, ഈ അമ്മമാരൊക്കെ പറയുന്ന പോലെ തമ്പാനൂരാണ്. ഇവിടെ മരത്തിൻ്റെ ഒരു ചെറിയ തണൽ പോലും ഇല്ല. അവിടെയാണ് ഇവരിങ്ങനെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ആത്മസമർപ്പണമായി ഇവരിങ്ങനെ വന്നിരിക്കുന്നത്. ഇവരിങ്ങനെ ഓരോ അമ്മമാരും ഓരോ പണിയിലാണ്. അവർ മണ്ടപ്പുറ്റുണ്ടാക്കുന്നു, തെരളി ഉണ്ടാക്കുന്നു. അവരുടെ ഓരോ ആഗ്രഹങ്ങൾ, ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരാഗ്രഹം സാധിക്കണമെന്നുണ്ടാവും. ആ ആഗ്രഹ സഫലീകരണത്തിനായി അവർ പല വിഭവങ്ങൾ ഉണ്ടാക്കി അമ്മയ്ക്ക് കാണിക്കയായി അല്ലെങ്കിൽ അമ്മയ്ക്ക് നേർച്ചയായി സമർപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും ആഗ്രഹം നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു നന്ദി സൂചകമായി അവർ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുന്നുണ്ട്. ഇതാ ഇവിടെ വീണ്ടും കുറേ അമ്മമാരും കുട്ടികളും ഒക്കെ ഉണ്ട്. നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? പുത്തൂർ, കൊട്ടാരക്കര പുത്തൂർ.
ഇപ്പൊ കുറെ കാലമായോ പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട്? 12 വർഷമായി. 12 വർഷമായി. ഓ അത് ശരി. എല്ലാ വർഷവും ഇവിടെയാണോ പൊങ്കാലയിടല്? 3-4 വർഷം കൊണ്ട് ഈ ഭാഗത്ത് തന്നെ ഇടുന്നത്. അഭിരാമി, വർഷങ്ങളായി അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി, അവരുടെ രോഗശാന്തിക്കായി, ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നിറവേറുന്നതിനായി ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ, ഇതൊന്നുമല്ലാതെ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും ആദരവും കാണിക്കാനായി അല്ലേ? അങ്ങനെ ഉപകാര സ്മരണ എന്നതിന് മാത്രമല്ല, മറ്റെന്തെങ്കിലും നേടണമെന്ന ഉദ്ദേശത്തോടെ അല്ലാതെ വന്നെത്തുന്ന എത്രയോ മനുഷ്യർ ഏകോദര സഹോദരങ്ങളായി ഒരുമിച്ച് പൊങ്കാലയിടുന്ന ദിനമാണിത്.